ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ട്രഷറി കോഡ് പാർട്ട് 6. ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് പാർട്ട് 6 ആണ്. ഇത് നമ്മുടെ ക്ലാസ് 12ാമത്തെ ക്ലാസ്സാണ് ട്രഷറി കോഡുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക. അതുപോലെ എൻ്റെ ഫിനാൻസ് കോഡിൻ്റെ ക്ലാസ്സുകൾ, സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ അക്കൗണ്ട് കോഡിൻ്റെ ക്ലാസ്സുകൾ അതൊക്കെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാർട്ട് 6 നമ്മൾ കാണാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് മണീസ് സ്റ്റാൻഡിങ് ഇൻ ഗവൺമെൻറ് അക്കൗണ്ട്സ്. അതായത് ഗവൺമെൻറ് അക്കൗണ്ടുകളിൽ നമ്മൾ സൂക്ഷിക്കുന്ന പണം എങ്ങനെയാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത്. ഇറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം വൺ ട്രഷറി ടു അനദർ, ട്രഷറി ബാലൻസ് ടു കറൻസി ചെസ്റ്റ്, ട്രഷറി ടു ബാങ്ക് ആൻഡ് വൈസ് വേഴ്സ. എന്ന് പറഞ്ഞാൽ ഒരു ട്രഷറിയിൽ നിന്ന് വേണമെങ്കിൽ പണം മറ്റു ട്രഷറിയിലേക്ക് ചിലപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഇനി ട്രഷറി ബാലൻസ് ചിലപ്പോൾ കറൻസി ചെസ്റ്റിലേക്ക് എടുത്ത് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ കറൻസി ചെസ്റ്റിൽ നിന്ന് പണം എടുത്ത് ട്രഷറി നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ട്രഷറിയിൽ നിന്ന് ബാങ്കിലേക്ക് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ട്രഷറിയിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളാണ് ഈ പാർട്ട് 6 ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് മാക്സിമം നോർമൽ ക്യാഷ് ബാലൻസ്. In January of each year, the government fixed the maximum normal balance for each district for the next financial year. അപ്പോൾ ഓരോ വർഷവും ജാനുവരി മാസം ആകുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. ഇത് ഓരോ ഡിസ്ട്രിക്റ്റിലും മാക്സിമം കീപ്പ് ചെയ്യാൻ കഴിയുന്ന ബാലൻസ് എത്രയാണ്, അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കണക്കുകളെല്ലാം ശരിയാക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളിലൊക്കെ ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര പണ ഇടപാട് നടത്തുന്നുണ്ടെന്ന് മുൻവർഷ കണക്കുകൾ നോക്കിയിട്ട് സർക്കാർ അങ്ങനെയാണിത് ഫിക്സ് ചെയ്യുന്നത്. ഒരു ജില്ലയിൽ ഇത്രയും പണം സൂക്ഷിക്കാമെന്ന് നിശ്ചയിക്കും. ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു റെസ്പെക്റ്റീവ് ട്രഷറി ഓഫീസേഴ്സ്. ഇത് പിന്നീട് നമ്മൾ ഓരോ ജില്ലയിലെയും ട്രഷറി ഓഫീസേഴ്സിനെ അറിയിക്കും, സർക്കാർ അറിയിക്കും ഇത്രയാണ് ഈ ജില്ലയ്ക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന പരമാവധി പണം. The treasury officer then fixes the maximum normal balance for each treasury in his district and submit it to government a statement showing how he has distributed the maximum normal balance fixed for the district. അപ്പോൾ ഗവൺമെൻറ് അത് ഫിക്സ് ചെയ്തിട്ട് ട്രഷറി ഓഫീസറെ അറിയിക്കും. ട്രഷറി ഓഫീസർക്ക് അറിയാം ഇപ്പോൾ ഒരു ജില്ലയിൽ എത്ര ട്രഷറികൾ ഉണ്ടെന്ന് അദ്ദേഹം നോക്കും. ഓരോ ട്രഷറിയുടെയും മുൻകാല പ്രവർത്തനങ്ങൾ, അവരുടെ മുൻകാല ട്രാൻസാക്ഷൻസ് നോക്കും. അത് നോക്കിയിട്ട് ഓരോ ട്രഷറിക്കും അദ്ദേഹം ആ എമൗണ്ട് നിശ്ചയിച്ചു കൊടുക്കും, ഏതാ മാക്സിമം നോർമൽ ക്യാഷ് ബാലൻസ്. അപ്പോൾ അതിൻ്റെ കണക്കുകളെല്ലാം അദ്ദേഹം ഉണ്ടാക്കിയിട്ട് ആ ചാർട്ട്, ആ ഷെഡ്യൂളുകളെല്ലാം അത് സർക്കാരിലേക്ക് പിന്നീട് ഈ ട്രഷറി ഓഫീസർ അറിയിക്കുകയും ചെയ്യും. വീക്ക്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട്. The treasury officers should forward a weekly cash balance report to director treasuries. ഓരോ ആഴ്ചയുടെ അവസാനം ഈ ട്രഷറി ഓഫീസർ ട്രഷറി ഡയറക്ടർക്ക് ഈ വീക്ക്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ടുകൾ അയച്ചു കൊടുക്കണം. Usually this report is sent on every Saturday, giving the balances on each day of the week. അതായത് സാധാരണ ഈ വീക്ക്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് അയക്കുന്നത് എല്ലാ സാറ്റർഡേയും ആണ്. എങ്ങനെ, ഓരോ ദിവസത്തെയും ബാലൻസുകൾ വെച്ചിട്ടാണ് ഒരാഴ്ച അതിൻ്റെ റിപ്പോർട്ട് അയച്ചു കൊടുക്കുന്നത്. ഇഫ് സാറ്റർഡേ ഈസ് എ ഹോളിഡേ ദെൻ ഇറ്റ് ഈസ് ഡിസ്പാച്ച്ഡ് ഓൺ ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ. ഇനി സാറ്റർഡേ ഹോളിഡേ ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരുന്ന ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ഈ വീക്ക്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് അയച്ചു കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് മന്ത്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട്. ഓൺ ദ 3rd വർക്കിംഗ് ഡേ ഓഫ് ഈച്ച് മന്ത് ദ ട്രഷറി ഓഫീസർ ഷുഡ് സെൻഡ് എ ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് ടു ഗവൺമെൻറ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. Report of March is sent not later than 6th working day of April. ഇതുപോലെ നമ്മൾ ഈ വീക്ക്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മന്ത്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ടുകൾ. ഇത് അയക്കുന്നത് ഒരു മാസത്തിൻ്റെ 3ാമത്തെ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഒരു മാസത്തിൻ്റെ 3ാമത്തെ വർക്കിംഗ് ഡേ അയക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള മാസത്തെ ഈ മന്ത്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ടുകളായിരിക്കും. അപ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക്, അതിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇത് അയച്ചു കൊടുക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണത്.
അപ്പോൾ ഓരോ മാസത്തെയും ഈ കണക്ക് വെച്ചിട്ടാണ് സർക്കാരിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു പൊസിഷൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് വേണം അടുത്ത മാസങ്ങളിലെ സാമ്പത്തിക വിനിയോഗം ക്രമപ്പെടുത്താനായിട്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട രേഖയായതുകൊണ്ട് ഇത് ഡയറക്ടർ ഓഫ് ട്രഷറീസ് വളരെ ശ്രദ്ധിക്കുന്ന ഒരു രേഖയാണ്. അപ്പോൾ ഇതിനകത്ത് യാതൊരു വീഴ്ചയും വരുത്താൻ പാടില്ല എന്നർത്ഥം. ഇനി മാർച്ച് മാസത്തിൽ മാത്രമുള്ള ഒരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ക്ലോസിംഗ് ആണല്ലോ, ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗ് ആയതുകൊണ്ട് ട്രഷറിയിൽ പൊതുവെ തിരക്കുകൾ കൂടുതലും ട്രാൻസാക്ഷൻസ് വളരെ ബൾക്ക് ട്രാൻസാക്ഷൻസ് വരുന്ന ഒരു മാസവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാസത്തെ മാത്രം റിപ്പോർട്ട് ഏപ്രിൽ 6 വരെ ആവാം. 6th വർക്കിംഗ് ഡേ ആണ് അത് അയക്കുന്നത്. ശ്രദ്ധിക്കുന്ന ആ ഡേറ്റ് അത് ഒരു മാസത്തേക്ക് മാത്രമാണ് ആ എക്സെപ്ഷൻ ഉള്ളത്. മറ്റ് മാസങ്ങളിലൊക്കെ അത് 3rd വർക്കിംഗ് ഡേ ആണ് മന്ത്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് അയക്കേണ്ടത്. Director of Treasuries should ensure that this report is submitted punctually and the delay is considered as a serious treasury irregularity. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മന്ത്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ടുകൾ വെച്ചിട്ടാണ് സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സർക്കാർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡയറക്ടർ ഓഫ് ട്രഷറീസിന് ഇതിലൊരു പ്രത്യേക ശ്രദ്ധയുണ്ട്. ആരെങ്കിലും അതിൽ ഡിലേ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സീരിയസ് ട്രഷറി ഇറഗുലാരിറ്റി ആയിട്ട് കണക്കാക്കും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സെഗ്മെൻ്റാണ്. മന്ത്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ടുകൾ ഡിലേ ആയാൽ അതൊരു സീരിയസ് ട്രഷറി ഇറഗുലാരിറ്റിയാണ്. ട്രഷറി ഇറഗുലാരിറ്റിയിൽ സീരിയസ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ട്, അതായത് മൈനർ റെഗുലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ട്രഷറി ഇറഗുലാരിറ്റിയാണ്. മന്ത്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് വൈകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡയറക്ടർ ഓഫ് ട്രഷറീസ് കോൺടാക്ട് ചെയ്യുകയും അത് വളരെ പെട്ടെന്ന് തന്നെ അത് വരുത്തുകയും ചെയ്യും. അപ്പോൾ ഡയറക്ടർ ഓഫ് ട്രഷറീസിനാണ് എല്ലാ ട്രഷറികളിൽ നിന്നുള്ള മന്ത്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ടുകൾ കൃത്യമായി അത് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും അത് മോണിറ്റർ ചെയ്യേണ്ടതും ഡയറക്ടർ ഓഫ് ട്രഷറീസ് ആണ്. Transfer through currency. Treasury officer may at any time deposit the surplus funds into currency chest and vice versa. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രഷറി ഓഫീസർ ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സർപ്ലസ് ഫണ്ട് അധിക തുക കറൻസി ചെസ്റ്റുകളിലേക്ക് എടുത്തു വയ്ക്കാം. അതുപോലെ എപ്പോഴെങ്കിലും ഇത് മൈനസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സഫീഷ്യൻറ്റ് ഫണ്ടുകൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ട്രഷറിയിൽ അദ്ദേഹത്തിന് കറൻസി ചെസ്റ്റിൽ നിന്ന് അത് ഇങ്ങോട്ടും എടുക്കാവുന്നതാണ്. Every fund transfer should be reported to the currency officer at Madras within 24 hours. നമുക്കറിയാം കറൻസി ചെസ്റ്റുകളൊക്കെ RBIയുടെ പ്രോപ്പർട്ടിയാണ്. അത് RBI ആണ് അത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫണ്ട് ഇങ്ങോട്ട് എടുക്കുകയോ ഫണ്ട് അങ്ങോട്ട് വയ്ക്കുകയോ ചെയ്താൽ അത് 24 മണിക്കൂറിന് ഉള്ളിൽ അത് കറൻസി ഓഫീസർ, മദ്രാസിലുള്ള RBIയുടെ ഓഫീസ്, അവിടെയാണ് കറൻസി ഓഫീസർ ഇരിക്കുന്നത്, അദ്ദേഹത്തെ 24 മണിക്കൂറിനുള്ളിൽ അത് അറിയിക്കണമെന്നാണ് പറയുന്നത്. In sub-treasuries, such transfers are done only with the sanction of district treasury officer and that should be report to district treasury officer. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, സബ് ട്രഷറിയിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ, അതായത് ഈ കറൻസി ചെസ്റ്റിലേക്കും അല്ലെങ്കിൽ അവിടെ നിന്നും പണം എടുക്കുന്നത് ഇത് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാവൂ. നമുക്കറിയാം സബ് ട്രഷറികളെല്ലാം പ്രവർത്തിക്കുന്നത് ജില്ലാ ട്രഷറികളുടെ അണ്ടറിലാണ്. അപ്പോൾ അത് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറോട് പറഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. ആൻഡ് ദാറ്റ് ഷുഡ് ബി റിപ്പോർട്ട് ടു ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ. അപ്പോൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ദ ചെസ്റ്റ് ആൻഡ് ദ ട്രഷറി, അപ്പോൾ അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ എടുക്കുകയോ വയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറെ അറിയിക്കണം. ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞ കറൻസി ഓഫീസറെ അറിയിക്കുകയും വേണം. ചില കേസുകളിലൊക്കെ സബ് ട്രഷറി ഓഫീസർ അത് നേരിട്ടും കറൻസി ഓഫീസറെ അദ്ദേഹത്തിന് അറിയിക്കാവുന്നതാണ്. In banking treasuries, such transfer from and to a currency chest will not affect government cash balance. ഇനി ബാങ്കിങ് ട്രഷറീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാണ്, ബാങ്കിങ് ട്രഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാങ്ക് ഉണ്ടാവും, അവരുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത് അവർ ബാങ്ക് ത്രൂ ആണ്, ബാങ്ക് വഴിയായിരിക്കും. അപ്പോൾ അത്തരം കേസുകളിൽ ഇവരുടെ ഈ കറൻസി ചെസ്റ്റിലുള്ള ട്രാൻസാക്ഷൻസ് ഒരിക്കലും ഗവൺമെൻറ് ക്യാഷ് ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല. കാരണം അവിടുത്തെ ക്യാഷ് ചെസ്റ്റ്, ഈ ബാങ്കിങ് ട്രഷറീസിൽ ക്യാഷ് ചെസ്റ്റ് ഇരിക്കുന്നത് ബാങ്കുകളിലാണ്, നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ അവിടെ നിന്ന് പണം എടുക്കുകയോ വയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊരിക്കലും ഗവൺമെൻറ്റിൻ്റെ ക്യാഷ് ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാഷ് ചെസ്റ്റുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്, ഫണ്ട് ട്രാൻസ്ഫറാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടോ, അത് ശ്രദ്ധിക്കണം നമ്മൾ. പ്രത്യേകിച്ച് ഈ ക്യാഷ് ചെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻ്റാണ് അത്. ഇൻ സബ് ട്രഷറീസ് where there is no currency chest, fund transfer is done through actual remittances. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സബ് ട്രഷറികളിൽ എല്ലായിടത്തും ഈ
കറൻസി ചെസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണത്. അപ്പോൾ കറൻസി ചെസ്റ്റ് ഇല്ലെങ്കിൽ അവർ ആക്ച്വലി ഈ കറൻസി തന്നെയാണ് ട്രാൻസാക്ട് ചെയ്യുന്നത്, ആക്ച്വൽ റെമിറ്റൻസസ്. അപ്പോൾ അതൊരു സീൽഡ് ബാഗിൽ വെച്ചിട്ട് എടുത്തു വെച്ചിട്ട് അങ്ങനെയാണ് അത് ട്രാൻസാക്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ആക്ച്വൽ റെമിറ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആക്ച്വലി അവിടെ നിന്ന് എടുക്കുക. അപ്പോൾ കറൻസി ചെസ്റ്റ് ഇല്ലെങ്കിൽ അവരതിൻ്റെ ആക്ച്വൽ ട്രാൻസാക്ഷൻസ്, ആക്ച്വൽ കറൻസി ഉപയോഗിച്ചിട്ട് അതിൻ്റെ റെമിറ്റൻസസ് ആണ് നടത്തുന്നത്. All notes unfit for issue which have accumulated at a treasury shall be sent to the Madras office of the issue department of RBI. RBIയുടെ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ നേരത്തെ കണ്ട പോലെ അത് മദ്രാസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ട്രഷറിയിൽ വരുന്ന, അതായത് നമുക്ക് ഉപയോഗശൂന്യമായ നോട്ടുകൾ, അപ്പോൾ അത് ട്രഷറിയിൽ കുറേ അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരുമിച്ച് ഈ മദ്രാസ് ഓഫീസിലേക്കാണ് അവർ അത് അയച്ചു കൊടുക്കുന്നത്. അവരാണ് അവിടെ നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ കറൻസികൾ ഇഷ്യൂ ചെയ്യുന്നത്. ഫോർ ഓൾ റെമിറ്റൻസ് ദ ക്യാഷ് ആൻഡ് കോയിൻസ് ആർ സെൻഡ് ഇൻ എ സീൽഡ് ബാഗ് വിത്ത് ആൻ എസ്കോർട്ടിംഗ് ഓഫീസർ. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ നോട്ടുകളും നമ്മുടെ കോയിൻസും എങ്ങനെയാണ് വിതരണം ചെയ്യണമെന്നാണ്. അപ്പോൾ ഈ ക്യാഷും കോയിൻസായിട്ട് കൊണ്ടുവരുന്നത്, ഓരോ ട്രഷറിയിലേക്കും കൊണ്ടുവരുന്നത് സീൽഡ് ബാഗിലാണ് വിത്ത് ആൻ എസ്കോർട്ടിംഗ് ഓഫീസർ. അതിനൊരു എസ്കോർട്ടിംഗ് ഓഫീസർ ഉണ്ടാവും, ചിലപ്പോൾ പോലീസ് ഫോഴ്സ് ഉണ്ടാവും, പോലീസ് എസ്കോർട്ടും ഉണ്ടാവും. All contingent charges incurred at the station where a remittance received, such as labor charges, cart, etc., should be paid by the receiving officer. അപ്പോൾ ഒരു സ്റ്റേഷനിലേക്ക് ഈ പണവും കോയിനും ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വരുന്ന കണ്ടിജൻസീസ് ഉണ്ട്. ചിലപ്പോൾ അതിനകത്തുള്ള പെട്ടികൾ എടുത്ത് താഴെ വെക്കേണ്ടി വരും. അപ്പോൾ അതിന് ലോഡിങ് അൺലോഡിങ് ചാർജസ് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വണ്ടികളോ എന്തെങ്കിലുമൊക്കെ വിളിക്കേണ്ടി വരും. അപ്പോൾ അതിന് ചാർജസ് വരാം. അപ്പോൾ ഇതൊക്കെ പേ ചെയ്യേണ്ടത്, ഇത് എവിടെയാണോ റിസീവ് ചെയ്യുന്നത് ആ റിസീവിങ് ഓഫീസറാണ് അത് പേ ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ കണ്ടിജൻസിയിലാണ് ഇത് വരുന്നത്. ഓൾ ചാർജസ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് റെമിറ്റൻസസ് ഓഫ് കോയിൻ ആൻഡ് നോട്ട്സ് ടു ആൻഡ് ഫ്രം ബ്രാഞ്ചസ് ഓഫ് SBI ആർ മെറ്റ് ബൈ ദ RBI. പക്ഷെ ബാങ്കിൻ്റെ കേസിൽ ഇത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ RBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് അവരുടെ നോട്ടുകൾ അല്ലെങ്കിൽ കോയിനുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് എല്ലാം RBI തന്നെയാണ് അതിൻ്റെ ചിലവുകൾ മീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ എക്സ്പെൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ വണ്ടി വാടകയോ അല്ലെങ്കിൽ അതിൻ്റെ കയറ്റിറക്ക് കൂലികളോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന അഡീഷണൽ എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യുന്നത് അത് RBI ആണ്. ഏതാ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഈ കറൻസി നോട്ടുകളും അല്ലെങ്കിൽ കോയിൻസുമൊക്കെ കൊണ്ടുവരുമ്പോൾ വരുന്ന അഡീഷണൽ ചിലവുകൾ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ പാർട്ട് 6-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് ഡ്രാഫ്റ്റ്സ്, ഡ്രോയിങ്സ് ആൻഡ് എൻകാഷ്മെൻറ്റ്. ഡ്രാഫ്റ്റ് നമ്മളിങ്ങനെ എടുക്കുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് എൻകാഷ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ഒരു 3-4 ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ധാരാളം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ദ പേഴ്സൺ ഓർ ഓഫീസ് ദാറ്റ് ഡ്രോസ് എ ഡ്രാഫ്റ്റ് ഈസ് കോൾഡ് ദ ഡ്രോയർ. ഡ്രോയർ ആരാണ്? അതായത് ഒരു ഡ്രാഫ്റ്റ് എടുക്കുന്ന ആൾ, അയാളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രോയർ എന്ന് പറയുന്നത്. നമ്മളൊരു ബാങ്കിൽ ചെന്ന് നമ്മൾ ഡ്രാഫ്റ്റ് എടുക്കുന്നു, നമ്മൾ പണമടച്ച് നമ്മൾ ഡ്രാഫ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു സർവകലാശാലയിൽ ഫീസ് അടയ്ക്കും. അപ്പോൾ അതിന് നമ്മളിപ്പോൾ അവിടെ ബാങ്കിൽ പണം കൊടുത്തു, ബാങ്ക് നമുക്ക് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ നമ്മളാണ് എന്ത്, ഡ്രോയർ. ഡ്രോയർ എപ്പോഴും ചോദിക്കുന്നതാണ്. ദ പേഴ്സൺ ഓർ ഓഫീസ് ദാറ്റ് ഡ്രോസ് എ ഡ്രാഫ്റ്റ് ഈസ് കോൾഡ് ദ ഡ്രോയർ. അപ്പോൾ ഈ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഡ്രോയർ. രണ്ടാമത്തേതാണ് ഡ്രോയി. ദ പേഴ്സൺ ഓർ ഓഫീസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ഡ്രോൺ ആൻഡ് ബൈ വിച്ച് ഇറ്റ് ഈസ് പേയബിൾ ഈസ് കോൾഡ് ദ ഡ്രോയി. നമ്മൾ ബാങ്കിൽ ചെന്നു, പണം കൊടുത്തു, ഡ്രാഫ്റ്റ് എടുത്തു നമ്മൾ. അപ്പോൾ നമ്മൾ ഇത് ഏത് ഓഫീസാണോ ഇത് പേ ചെയ്യേണ്ടത് ഉണ്ടോ, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡ്രോയി എന്ന് പറയുന്നത്. നമ്മൾ എവിടെ നിന്നാണോ ഇത് എടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഡ്രോയി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരാണോ എടുക്കുന്നത്. The person or party to whom a draft is granted is called the remitter. അപ്പോൾ നമ്മൾ പണം അടയ്ക്കുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു, ഡ്രാഫ്റ്റ് തരുന്നു. അപ്പോൾ അവിടുത്തെ റെമിറ്റർ എന്ന് പറയുന്നത് നമ്മളാണ്. The person or party to whom a draft is granted is called the remitter. അപ്പോൾ അദ്ദേഹത്തെയാണ് നമ്മൾ റെമിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. നാലാമത്തെയാണ് അവിടെ വരുന്നത് പേയി. The person or party to whom it is payable is the payee. ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ സർവകലാശാല ഫീസ് അടയ്ക്കാനായിട്ടാണ് നമ്മൾ ക്യാഷുമായി ബാങ്കിൽ ചെന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പണം അടച്ചു, നമുക്ക് അയാൾ ഡ്രാഫ്റ്റ് തന്നു. അപ്പോൾ അതിന് ഡ്രാഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യണം, ബാങ്ക് ഈ പണം പിന്നീട് സർവകലാശാലയ്ക്ക് കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ ഈ സർവകലാശാലയാണ് എന്ത്, പേയി എന്ന് പറയുന്നത്. പേഴ്സൺ ഓർ പാർട്ടി ടു ഹൂം
ഈസ് പേയബിൾ ഇസ് ദ പേ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ അവിടെ ബാങ്കാണ് എന്ത് പറയുന്നത്, അവിടുത്തെ ഡ്രോയി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ് എടുക്കുന്ന ആളാണ് നമ്മൾ റെമിറ്റർ എന്ന് പറയുന്നത്, അയാളാണ് പണം അടയ്ക്കുന്ന ആൾ. ഓക്കെ. ഡ്രോയർ എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ ചെന്ന് നമ്മൾ പണം അടച്ച് ഡ്രാഫ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഡ്രോയർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് ഈ 4 ഭാഗങ്ങളും ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ ഡെഫിനീഷൻസ് അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. Drafts issued on behalf of government shall not be crossed. ഗവൺമെൻറ് ട്രാൻസാക്ഷൻസിൻ്റെ കേസിൽ ഈ ഡ്രാഫ്റ്റുകൾ ഒരിക്കലും ക്രോസ് ചെയ്യാറില്ല. നമ്മൾ ക്രോസ് ചെക്ക് എന്ന് പറയില്ല, അതുപോലെ ക്രോസ്ഡ് ഡ്രാഫ്റ്റ് എന്ന് പറയും. അതിന് പ്രസക്തിയില്ല. ഈ ക്രോസ്ഡ് ചെക്ക് അല്ലെങ്കിൽ ക്രോസ്ഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് അയാൾക്ക് മാത്രമാണ് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ കേസിൽ അങ്ങനെ അതിൽ യാതൊരു നിർബന്ധവുമില്ല, അത് ക്രോസ് ചെയ്യണമെന്നില്ല. Drafts shall be issued in special forms to be obtained from the currency officer under rules. അപ്പോൾ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യേണ്ട അതിന് ചില സ്പെഷ്യൽ ഫോർമാറ്റ് ഉണ്ട്. അത് കറൻസി ഓഫീസറുടെ പക്കൽ നിന്നാണ് അത് വരുന്നത്. ഫോംസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നവരാണ്. Immediately on receipt of a parcel of forms of drafts, they shall be carefully examined by treasury officer and acknowledged to currency officer. അപ്പോൾ ഇത്തരം ഫോമുകൾ നമ്മൾ ഡ്രാഫ്റ്റിനുള്ള ഫോം വരുന്നത് നമ്മൾ പറഞ്ഞു കറൻസി ഓഫീസറാണ് അത് അയച്ചിരുന്നത്. അപ്പോൾ അത്തരം പാഴ്സലുകൾ വന്നു കഴിഞ്ഞാൽ അത് വളരെ കെയർഫുള്ളായിട്ട് അത് എക്സാമിൻ ചെയ്യണം. അത് എത്ര എണ്ണം ഉണ്ട്, ഏത് സീരിയൽ നമ്പറാണ്, അതെല്ലാം നോക്കി ബുക്കിൽ എഴുതി വയ്ക്കുകയും ചെയ്യണം. അത് ശരിക്കും വളരെ സേഫായിട്ടുള്ള സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട ഒരു രേഖയാണത്. കാരണം ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രേഖയാണ്. അപ്പോൾ ആ ഡ്രാഫ്റ്റിൻ്റെ ഫോംസ് വളരെ നന്നായി പരിശോധിച്ച് ട്രഷറി ഓഫീസർ അത് കൺസേൺഡ് രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്യണം. മാത്രമല്ല അദ്ദേഹം അതിന് അക്നോളജ്മെൻ്റ് അയക്കണം. കറൻസി ഓഫീസർക്ക് ഇത്ര എണ്ണം ഫോംസ് ഇവിടെ വന്നിട്ടുണ്ട്, ഇന്ന സീരിയൽ നമ്പറിൽ ഇന്ന ഡേറ്റിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് അക്നോളജ് ചെയ്യുകയും ചെയ്യണം. കറൻസി ഓഫീസർക്കാണ് അതിൻ്റെ അക്നോളജ്മെൻറ്റ് അയക്കേണ്ടത്. അപ്പോൾ പാർട്ട് 6ൻ്റെ ക്ലാസ് ഇത് തീർന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് റൂൾസ് 308 മുതൽ 423 വരെയുണ്ട്. ഒത്തിരി ഉണ്ടത്. അപ്പോൾ അത് നമ്മളിനി ഇന്ന് വല്ലാതെ ദീർഘിപ്പിച്ച് മടുപ്പിക്കുന്നില്ല. ഞാൻ ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പാർട്ട് 6 തുടരും. നമുക്ക് ഈ സെഗ്മെൻറ്റിലെ ചോദ്യങ്ങളൊക്കെ ഇനി കാണേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.